ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓഫ് ഡേ ആണ്, സാറ്റർഡേ ആൻഡ് സൺഡേ. സോ ഇന്ന് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഈസ് ലൈക്ക് സെൽഫ് കെയർ വ്ളോഗ് പോലെയാണ്. കാരണം എൻ്റെ തൊണ്ട ശരിയല്ല. 2 ദിവസമായിട്ട് ഭയങ്കര ചുമയും ത്രോട്ട് പെയിനൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറവുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് മന്ത്ലി ഞാൻ ഓൾറെഡി സ്മൂത്തൻ ചെയ്തിരിക്കുന്ന ഹെയർ ആയതുകൊണ്ട് എനിക്ക് മാസത്തിൽ ഒരു വട്ടമെങ്കിലും സ്പാ ചെയ്യണം. സ്പാ ചെയ്തില്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കൂടും. അതുകൊണ്ട് മന്ത്ലി വൺസ് എങ്കിലും ഹെയർ സ്പാ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഓഫ് ഡേ ഉണ്ട് എൻ്റെ. അതുകൊണ്ട് ഞാൻ പാർലറിലേക്ക് പോവാണ്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു സെൽഫ് കെയർ വ്ളോഗ് എടുക്കാം. അപ്പോൾ നമുക്ക് പാർലറിൽ ചെന്നിട്ട് കാണാം. എപ്പോഴും ഹെയർ ഡ്രോയിലാണ് കേട്ടോ പോകാറ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർലർ. ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്കിവിടെ. ആൻഡ് ഇവരുടെ സർവീസ് അടിപൊളിയാണ്. ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പോയിരിക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ഹെയർ ഡ്രോയിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഹെയർ സ്മൂത്തനിങ് ഇവിടെയായിരുന്നു ചെയ്തിരുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് നല്ലതായിട്ട് ഗ്രോത്തും ഉണ്ടായിരുന്നു. നമ്മൾ ഹെയർ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹെയർ സ്പാ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഹെയർ ഫോൾ ഉണ്ടാവാതിരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഹെയർ സ്പാ മാത്രമല്ല കേട്ടോ ചെയ്തത്. എൻ്റെ മുടി ആക്ച്വലി വളർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റത്തേക്ക് ലൈക്ക് ബ്രേക്കേജസ് ഉള്ളത് കൊണ്ട് മുടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ചു. സോ ഞാനിന്ന് ഹെയർ കട്ടും ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും പോയിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇവരുടെ സർവീസാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്മൂത്തനിങ് ചെയ്യാനാണെങ്കിലും ഹെയർ സ്പാ ചെയ്യാനാണെങ്കിലും ഞാൻ ഇതായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുക. ഹെയർ കട്ട് ചെയ്തപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, മുടി വൃത്തികേടില്ലാത്ത രീതിയിൽ ഒന്ന് ചെയ്തു തരണം. അപ്പോൾ എനിക്ക് ജസ്റ്റ് കുറച്ച് യു കട്ടും ഫ്രണ്ടിലേക്ക് കുറച്ച് ഹെയറും ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ആക്ച്വലി ഹെയർ കട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് എനിക്ക് എൻ്റെ ഫേസുമായിട്ട് നന്നായിട്ട് ചേരുന്നത് പോലെ തോന്നി. എനിവേ അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.